തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് പെൻഷനെ കുറിച്ച് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞു തുടങ്ങി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ CPM-നെതിരെ ശബ്ദമുയർത്തുകയാണ്. ഒന്നും രണ്ടുമല്ല, 4.5 കൊല്ലമായി അവർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടാൻ പറ്റിയിട്ടില്ല. ആ സമയങ്ങളിൽ ജനങ്ങൾക്ക് വെറും വാക്ക് കൊടുത്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. 1600-ൽ നിന്ന് 2500 ആക്കാമെന്ന് പറഞ്ഞാണ് ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് അവർ ഓർത്തത്. അതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ഒരാഴ്ച മുന്നേ അവർ 400 രൂപ കൂട്ടി. വി.ഡി. സതീശൻ പറയുകയാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഇതിൽ മയങ്ങി വീഴുന്നവരാണോ മലയാളികൾ എന്നാണ് അദ്ദേഹം ചോദിച്ചു പോകുന്നത്. ഈ കാപട്യത്തെ, ഈ തട്ടിപ്പിനെ, ഈ വാക്ക് പാലിക്കാത്തതിനെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും വി.ഡി. സതീശന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. 4.5 കൊല്ലം, ഇപ്പൊ 4-5 മാസമല്ലേ ഉള്ളൂ. 4.5 കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? എന്റെ ചോദ്യം നിങ്ങൾ ചോദിക്കണം. ജനങ്ങൾ ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ഇപ്പൊ 4.5 കൊല്ലം വാക്ക് കൊടുത്തിട്ട് ആളുകളെ കബളിപ്പിക്കുകയായിരുന്നു, അല്ലേ? പറ്റിക്കുകയായിരുന്നു. 1 രൂപ കൂട്ടിയില്ല. 1 രൂപ. ഞങ്ങൾ 1600 2500 ആക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഓർത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന്. ഇത് ഞാൻ പറയുന്നു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെയുമാര് വെല്ലുവിളിക്കുക. ഇതിൽ മയങ്ങി വീഴുന്നവരാണോ മലയാളികൾ? ഈ കാപട്യത്തെ, ഈ തട്ടിപ്പിനെ, ഈ വാക്ക് പാലിക്കാത്തതിനെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോയി വോട്ടിയില്ലേ അവർക്കെതിരായി? എന്നിട്ട് ഈ പൈസ ഒന്നുമില്ല കയ്യില്, പ്രഖ്യാപനമാണ്. എന്നിട്ട് ജോയിന്റ് രജിസ്ട്രാർമാരെ വിട്ട് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിലും പോയി കടം ചോദിക്കുക. 2000 കോടി രൂപ വേറെ കടം കൊടുക്കാൻ പോവാ. 2000 കോടി അടുത്ത സർക്കാരിന്റെ തലയിലിരിക്കുമല്ലോ. 1 ലക്ഷം കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ പറയാണ് ധനകാര്യമന്ത്രി, അത് 2027 തരുമെന്ന്. 2027 ഇവർക്ക് കൊടുക്കണ്ടല്ലോ, ഇവര് അധികാരത്തിലുണ്ടാവില്ലല്ലോ. അപ്പൊ UDF ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കടമെടുത്ത് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുക്കുന്നത്. അവ നന്നായി പ്രവർത്തിച്ച്, നല്ല രീതിയിൽ പ്രവർത്തിച്ച്, നമ്മുടെ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെച്ച് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നിങ്ങൾ നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.